ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മെക്കാനിക്സ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് പാർട്ട് 3 ആണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് +2 ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഇന്ത്യൻ നേവിയുടെ AASSR, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സ്, ഇന്ത്യൻ ആർമി, ടെക്നിക്കൽ ആൻഡ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നിവർക്ക് ചോദിക്കുന്ന മെക്കാനിക്സ് എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ചോദ്യം നോക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് ഈസ്റ്റ്വാർഡ് വിത്ത് എ സ്പീഡ് v collides with another particle of the same mass moving northwards with the same speed v. The two particle collides on collision. The new particle of mass 2m will move in the northeasterly direction with a velocity. രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്. ഒരു പാർട്ടിക്കിൾ ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് മാസ് എമ്മും വെലോസിറ്റി വി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പാർട്ടിക്കിൾ നോർത്ത് ഡയറക്ഷനിലോട്ട് മാസ് എമ്മും വി വെലോസിറ്റി ആയിട്ട് മൂവ് ചെയ്തപ്പോൾ ഇത് തമ്മിൽ കൊളീഷൻ ഉണ്ടായി. കൊളീഷൻ ഉണ്ടായതിനു ശേഷം ഈ പാർട്ടിക്കിൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ഫിഗർ വരച്ച് നോക്കാം. ഇവിടെ എം മാസുള്ള ഒബ്ജക്റ്റ് നോർത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ എം മാസുള്ള മറ്റൊരു വസ്തു ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവ തമ്മിൽ കൊളൈഡ് ആവുന്നു. കൊളൈഡ് ആയിട്ട് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് ഇത് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണമല്ലേ. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1:1:√2 ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് mv√2 ആണ്. ഇവിടെ ഇനീഷ്യൽ മൊമെൻ്റ് = ഫൈനൽ മൊമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ mv√2 = m1 + m2 × v final. സോ v final = mv√2 / m1 + m2 ആണല്ലോ ഉണ്ടാവുക. രണ്ടിനും സെയിം മാസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് 2m എന്ന് എഴുതാം. സോ ഇവിടെ 2 ഉണ്ട്, ഇവിടെ √2 ഉണ്ട്. √2 × √2 ആണ് 2. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ mv√2 / √2 × √2m. ഒരു √2 ഈ √2 ഇവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു m ഉണ്ട്, മുകളിലും ഒരു m ഉണ്ട്. അപ്പോൾ നമുക്ക് v ഫൈനൽ എന്ത് കിട്ടും? v/√2. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v/√2 ആണ്. അടുത്ത ചോദ്യം നോക്കാം. എ സർട്ടൈൻ ഫോഴ്സ് അപ്ലൈഡ് ടു മാസ് m1 give it an acceleration of 15 m/s². The same force applied to m2 gives it an acceleration of 10 m/s². If the two masses are fixed together and the same force is applied to the combination, find the acceleration. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു സർട്ടൈൻ ഫോഴ്സ് എഫ് എന്നൊരു ഫോഴ്സ് ഒരു m1 മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്തപ്പോൾ അതിന് 15 m/s² ആക്സിലറേഷൻ ഉണ്ടായി. അതേ സെയിം ഫോഴ്സ് m2 മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്തപ്പോൾ അതിനുണ്ടായിട്ടുള്ള ആക്സിലറേഷൻ 10 m/s² ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റും കൂടി ചേർന്നിട്ട് ഇതേ ഫോഴ്സ് അതിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് എത്ര ത്വരണത്തിലാണ്, എത്ര ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇതിൻ്റെ ഓപ്ഷൻസ്
എ ഓപ്ഷൻ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ബി 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സി ഓപ്ഷൻ 9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡി ഓപ്ഷൻ 11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എഫ് എന്നുള്ള ഒരു ഫോഴ്സ് ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യണം. അപ്പം ഇവിടെയുള്ള ഫോഴ്സ് ഈക്വൽ ആണ്. സോ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇവിടെ മാസ് m1 ഇൻറ്റു ആക്സലറേഷൻ നമുക്ക് എത്ര തന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇതേ ഫോഴ്സ് തന്നെയാണ് m2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് m2 ഇൻറ്റു 10. ഓക്കെ, ഇനി ഇതിൽ നിന്ന് m1 നമുക്ക് കാണാം. m1 ഈസ് ഈക്വൽ ടു എഫ് ബൈ 15. നെക്സ്റ്റ് m2 നിന്ന് എന്തായിരിക്കും? m2 ഈസ് ഈക്വൽ ടു എഫ് ബൈ 10. ഇനി ഇവിടെ സംഭവിക്കുന്നത് ഈ രണ്ട് ഒബ്ജക്റ്റും കൂടിയിട്ട് ഒരു ഒബ്ജക്റ്റായി മാറുമ്പോൾ ഇതേ സെയിം ഫോഴ്സ് അതിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. മാസ് എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റും കൂടിയതാണ്. അത് m1 പ്ലസ് m2 ആണ്. സോ നമ്മളോട് ചോദിച്ചത് ആക്സലറേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. ഇവിടെ നമുക്ക് എഫ് ബൈ m1 പ്ലസ് m2 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ m1ഉം m2ഉം ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എഫ് ഡിവൈഡഡ് ബൈ എഫ് ബൈ 15 പ്ലസ് എഫ് ബൈ 10. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സോൾവ് ചെയ്യാം അല്ലേ. ഇവിടെ 10F പ്ലസ് 15F ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 10 150. ഇവിടെ എഫ് ഡിവൈഡഡ് ബൈ 10F പ്ലസ് 15F 25F ഡിവൈഡഡ് ബൈ 150. അപ്പോൾ ഈ 150 മുകളിലോട്ട് പോവും. അപ്പോൾ എഫ് ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 25F. ഈ എഫും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 150/25. 150/25 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആക്സലറേഷൻ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Next question. Two bodies with masses m1 and m2, m1 greater than m2, are joined by a string passing over a fixed pulley. The centers of gravity of the two bodies are initially at the same height. Assume mass of the pulley and weight of the thread are negligible. Then downward acceleration of m is. ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയിൽ രണ്ട് മാസസ് തൂക്കിയിട്ടുണ്ട്, m1 ആൻഡ് m2. ഇത് ഇനീഷ്യലി അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി രണ്ടും തമ്മിൽ ഈക്വൽ ഹൈറ്റാണ്. അങ്ങനെയെങ്കിൽ m1 എന്ന ഒബ്ജക്റ്റിൻ്റെ ഡൗൺവാർഡ് ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. ഇവിടെ ത്രെഡിൻ്റെ വെയ്റ്റും പുള്ളിയുടെ മാസും നെഗ്ലിജിബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻസ്: എ m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി. ഓപ്ഷൻ ബി m2 g by m1 plus m2. ഓപ്ഷൻ സി m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ ഇൻറ്റു ജി. നെക്സ്റ്റ് m1 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. m1g മൈനസ് ടി ഈസ് ഈക്വൽ ടു m1a. അടുത്തത് ടി മൈനസ് m2g സമം m2a. ഈ രണ്ട് ഇക്വേഷനും കൂടെയാണ് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് നോക്കാം. 1 + 2 ഈ ഇക്വേഷൻ 1 നിന്ന് 2 കൂട്ടുക എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? m1 + m2 ഇൻറ്റു എ. ഇവിടെ കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ പുറത്തെടുക്കുന്നത്.
അടുത്തത് ഇവിടെ ഒരു മൈനസ് ടി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ടി ഉണ്ട്. ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 0 ആയിട്ട് പോകും. പിന്നെ ഇവിടെ ഉണ്ടാവുക ഒരു M1Gയും മൈനസ് M2 Gയും. ഇപ്പോൾ G രണ്ടിലും കോമൺ ആണ്. നമുക്ക് M1 മൈനസ് M2 ഇൻറ്റു G ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു എ എന്ന് കിട്ടും. നമുക്ക് ഇന്ന് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സമം ഇങ്ങോട്ട് കൊണ്ടുവരിക M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. എ ബോൾ ഓഫ് മാസ് 0.5 കിലോഗ്രാം മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 2 meter per second സ്ട്രൈക്സ് എ വാൾ normally and bounces back with a same speed. If the time of the contact between the ball and wall is 1 millisecond, the average force exerted by wall on the ball is. ഒരു ഒബ്ജക്റ്റ് 0.5 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു ചുമരിൻ്റെ മുകളിലേക്ക് വന്ന് അടിക്കുകയാണ്. ആ ചുമരിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി 2 meter per second ആണ്. തിരിച്ചു വരുന്നതും അതേ വേഗതയിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ചുമര് ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ബോളിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുള്ള ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്നത് 20 meter per second ആണെങ്കിൽ, അങ്ങോട്ട് പോകുന്നത് 2 meter per second ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും 2 meter per second ആണ്. പക്ഷേ അതിൻ്റെ സൈന് വ്യത്യാസം ഉണ്ടാവും. അങ്ങോട്ട് പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ F = ma ആണ്. നമുക്കിവിടെ ആക്സിലറേഷൻ അല്ല തന്നത്, നമുക്കിവിടെ വെലോസിറ്റിയും ടൈമും തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതണം. ഇവിടെ വളരെ സ്മോൾ ടൈമാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇക്വേഷനെ F = m × ∆v/∆t എന്ന് എഴുതണം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എഴുതണം. അപ്പോൾ ഇവിടെ മാസിനെ നമ്മൾ 0.5 കിലോഗ്രാം എന്ന് എഴുതുന്നേക്കാൾ നന്നാവുക ഇവിടെ 1/2 എന്ന് എഴുതുന്നതായിരിക്കും. പിന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഡിഫറെൻറ്റ് സൈനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ വെലോസിറ്റി ടോട്ടൽ 4 meter per second ആയിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നത്. പിന്നെ ടൈം 1 millisecond എന്നാണ് പറഞ്ഞത്. 1 millisecond എന്ന് പറയുമ്പോൾ 1/1000. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാണ്. ഈ 1000 എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ 1/2 × 4000 / 1. സിമ്പിളായിട്ട് 4000-നെ 2 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 2000 ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ആ ചുമര് ബോളിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോഴ്സ്. അടുത്ത ചോദ്യം. വെൻ എഫേർട്ട് ഈസ് അപ്ലൈഡ് പാരലൽ ടു ആൻ ഇൻക്ലൈൻഡ് ഫ്രിക്ഷൻലെസ് പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ, the mechanical advantage of the system is option A sin theta, option B tan theta, option C cot theta, option D cosec theta. ഇപ്പോൾ നമുക്കിതൊന്ന് വരച്ചു നോക്കാം അല്ലേ, എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന്. ഇവിടെ എഫേർട്ട് കൊടുക്കുന്നത് പാരലൽ ഇൻക്ലൈൻഡ് പ്ലെയിനിലായിരിക്കും. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. ഇതാണ് ആംഗിൾ. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ലോഡ് ബൈ എഫേർട്ടാണ്. ഇവിടെ ലോഡ് എന്ന് പറയുന്നത് mg, എഫേർട്ട് ഇവിടെ mg sin തീറ്റ. ഇപ്പോൾ ഇവിടെ mgയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1/sin തീറ്റ വരും. 1/sin തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കൊസീക് തീറ്റയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. Next question. A block is released from rest at the top of a frictionless inclined plane 60 meter long. It reaches the bottom 4 seconds later. A second block is projected up the plane from the bottom at the instant of the first block is released in such a way that it returns to the bottom simultaneously with the first block. The acceleration of each block on the incline is option 1 meter per second square, B 2 meter per second square, C 4 meter per second square, D 9.8 meter per second square. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, ഒരു മുകളിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, താഴെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് എത്തുന്നത് 4 സെക്കൻഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് അടിയിൽ നിന്നും മുകളിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ. ഇവിടെ ഈ ഒബ്ജക്റ്റ് മുകളിൽ നിന്നും താഴേക്ക് വരികയാണ്. 16 മീറ്ററാണ് ഈ ഇൻക്ലൈൻഡ് ഫ്രിക്ഷൻലെസ് പാത്തിൻ്റെ നീളം. അപ്പോൾ ഇതാണ് ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 മീറ്ററാണ്. ഇങ്ങോട്ട് എത്തുന്നത് 4 സെക്കൻഡ് കൊണ്ടാണ്. ഇത് 4 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. സോ ഈ ടേം എന്തായി മാറി? 0 ആയിട്ട് മാറി. പിന്നെ ഉണ്ടാകുന്നത് ഈ ടേമാണ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എസ് എന്ന് പറയുന്നത് ഇവിടെ 16 മീറ്ററാണ്. സോ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി. ടി നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. 4ൻ്റെ സ്ക്വയർ 4 സ്ക്വയർ. ഇനി നമുക്ക് ഇതിന്ന് എ കണ്ടുപിടിക്കണം. ഇവിടെ എ ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ ഈ 4ൻ്റെ സ്ക്വയർ താഴേക്ക് പോരും. അപ്പം 16. പിന്നെ ഇവിടെ 1/2 ഉള്ളതിൻ്റെ 2 സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും ഇൻറ്റു 2. അപ്പോൾ ഇവിടെ ഈ 16 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ ആക്സിലറേഷൻ. ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കും ഡിഫൻസ് റിലേറ്റഡ് ജോബ് നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് കാൻഡല സ്റ്റഡി സർക്കിൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.